ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം. നമ്മുടെ വേറെ അടുക്കളയിൽ എന്താണ് നമ്മ ഉണ്ടോ പറയണത്? വേറെ അടുക്കളയിൽ നിന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഇവിടെ കടക്കര വീട്ടിലാണെന്ന്. അതെ, അപ്പൊ ദേ കടക്കര വീട്ടില് ഞങ്ങള് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ ഞാൻ ഇന്നൊരു സാധനം മേടിച്ചിട്ടുണ്ടെന്നേട്ടാ. ഇപ്പൊ അപ്പോർക്കൂല്ലേ അമ്മയും കണ്ണനും അമ്മ ഓണക്കളിക്ക് പോയേക്കണേന്. നമുക്ക് നാളെ ഓണക്കളി മത്സരം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓണക്കളി മത്സരത്തിന്റെ കാര്യമൊക്കെ അല്ലേ. അപ്പൊ ഓണക്കളി മത്സരത്തിന് പോയേക്കും. ഫ്രഞ്ച് ഫ്രൈസ് ആണ് ട്ടോ. കാണിക്കട്ടെ. അപ്പൊ ഞാനിന്ന് പോയി വന്നപ്പോ നമ്മുടെ പറവൂര് മുലൻസിന്ന് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ വീഡിയോയിലൊക്കെ കണ്ട് ഇത് ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടുമെന്ന്. മറ്റേ സൈസ് ചെയ്യാൻ നോക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. അപ്പൊ പിന്നെ പാക്കറ്റായിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. സോസും മേടിച്ചിട്ട് വന്നിട്ട് ഇത് കഴിക്കാന്ന് കരുതണേട്ടാ. അപ്പൊ ഇതേ അമ്മ ഇപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ വരും കേട്ടോ. അമ്മ നേരത്തെ പ്രാക്ടീസ് സ്ഥലത്തൊക്കെ പോയി ഞാനൊന്ന് കറങ്ങി അടിച്ച് വന്നപ്പോഴാണ്. എന്നാ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോ ഇങ്ങനെ സോസിൽ മുക്കി കഴിക്കുക. കണ്ണൻ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, വലിയ പാടുള്ള പണിയൊന്നും ഇല്ല. ഒന്നും ചെയ്യണ്ടെന്ന് തോന്നുന്നു, കണ്ടില്ല. അല്ല അതേപോലെ അത് പാക്ക് ആയിട്ടായിരിക്കുമല്ലോ, അതേപോലെ ഇടാനായിരിക്കും. അങ്ങോട്ട് ഇട്ട് ഇനി അങ്ങോട്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നോക്കാം. പിന്നെ നമുക്കിന്ന് നമ്മുടെ കടക്കര വീട്ടിലെ രാത്രി വിശേഷങ്ങൾ കാണാം. എപ്പോഴും കൂട്ടാട് വീട്ടിലെ രാത്രി വിശേഷങ്ങളല്ലേ കാണാറ്. കടക്കര വീട്ടിലെ രാത്രി വിശേഷങ്ങളും അമ്മയും കണ്ണനും വന്നിട്ടുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാം. പിന്നെ ഞങ്ങൾ പോകാനായിട്ടാ, ഞങ്ങള് നാളെ പോകും അല്ലേ. നമ്മൾ നാളെ പോകും. സുനിച്ചേട്ടൻ വരാനായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നാളെ പോകും. ഇപ്പൊ പോണേക്ക് മുമ്പ് എൻ്റെ ഒരു പരീക്ഷണവും കൂടി. അപ്പൊ നമുക്കിനി അവര് വന്നിട്ട് കാണാം. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ്. ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട് കേട്ടോ. എൻ്റെ ഉണ്ടാക്കൽ ശരിയാവാണ്ടാണ്. എന്നാലും ദേ ഇത് നല്ല അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. ശരിയായ സന്തോഷത്തിൽ ഞാനും സുതപ്പനും കൂടി ആദ്യം തന്നെ ഒരു ഇത്തിരിയൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി കേട്ടോ. അപ്പോഴേക്കും ദേ അവർ വന്നു. അപ്പോൾ ദേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്നും എൻ്റെ പരീക്ഷണങ്ങൾക്ക് ഇവർ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാളെ ഞാൻ പോകും. നാളെ ഞാൻ പോണായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? ഞങ്ങളിത് ഉണ്ടാക്കിയ സമയത്ത് തിരിച്ചു കൊണ്ടുപോയി എടുത്തുനിന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. കാരണം നമ്മ കഴിച്ചിട്ടാണല്ലോ നമ്മള് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. എന്തോരം വേണമെങ്കിലും കഴിച്ച കുഴപ്പമില്ല. എല്ലാ സാധനങ്ങൾക്കും അങ്ങനെയൊന്നും ഇല്ല. ചില സാധനങ്ങൾ അങ്ങനെയാണ്. അമ്മയുടെ കളിയൊക്കെ എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? പേടിയുണ്ടെന്നാണ് പറയണത്. പേടിയുണ്ടായില്ലേ? നിങ്ങൾ പറഞ്ഞു പേടിയുണ്ട? ഇല്ലല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് കളിക്കണൊക്കെ ഉണ്ട്. കിട്ടി പോയാ പോയി. അതെ, എല്ലാവർക്കും ഉണ്ടാട്ടത്തിലൊന്നും കയറി നോക്കണോ. അപ്പൊ ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളിലെ ഒരു ഭാഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു വലിയ ഭാഗം ഇപ്പൊ കണ്ണമാമ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം എന്താന്നൊക്കെ. സർപ്രൈസ്. അപ്പൊ ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ, കുറേ നാളായി ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ സിനിമ കാണുമായിരുന്നു പണ്ടൊക്കെ കേട്ടോ. ഇപ്പോൾ കുറേ നാളായി അങ്ങനെ സിനിമകളൊന്നും ഇരുന്ന് കാണാറില്ല. അതേ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് സിനിമ കാണണ കേട്ടോ. അപ്പോൾ നല്ല സിനിമയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ സിനിമയായിരുന്നു. അങ്ങനെ സിനിമ എല്ലാം കണ്ട് കഴിയണേക്ക് മുമ്പ് തന്നെ നമ്മൾ കഴിക്കാനുള്ളത് എടുത്ത് മന്തി ആയിരുന്നു കേട്ടോ നമ്മുടെ കണ്ണൻ ഇന്ന് മേടിച്ചിട്ട് വന്നത്. ഞാൻ നാളെ പോണേന്ന് പറഞ്ഞപ്പോൾ സുധുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഭക്ഷണത്തിൽപ്പെട്ടൊരു സാധനമാണ് മന്തി. അപ്പം മന്തിയും പിരിപിരി ചിക്കനുമാണ് മേടിച്ചിട്ട് വന്നത്. പിരിപിരി ചിക്കൻ തന്നെ അല്ലേ പറയണത്? അങ്ങനെ പെരിപിരി ചിക്കൻ സുധപ്പൻ. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞു തരുന്നുണ്ട് പെരിപിരി എല്ലാം പെരിപിരിയാണെന്നൊക്കെ. എന്തായാലും ആ ചിക്കനായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് കടയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാലും ആ ടേസ്റ്റൊക്കെ മറന്നു പോയിട്ടുണ്ടായി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു മന്തി. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മന്തിയൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ കടക്കരയിൽ നിന്ന് കൂട്ടാടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. കൂട്ടാട് പോന്ന് ഞങ്ങളിന്ന് രാവിലെ ഇങ്ങോട്ട് പോന്നട്ടാ.
ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഉള്ള വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളായിരിക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അമ്മക്ക് കളിയൊക്കെ ഉണ്ട്. അമ്മ രാവിലെ കളിക്കൊക്കെ പോകാൻ റെഡി ആവുന്നുണ്ട്. കണ്ണൻ ജിമ്മിലൊക്കെ പോയ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇന്ന് സുനിച്ചേട്ടൻ വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നേക്കണത്. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരാനാണ് നിന്നത്. അപ്പോൾ സുനിച്ചേട്ടൻ ഇന്ന് വന്നിട്ടുണ്ട്. കുറേ ദിവസത്തിൽ സുനിച്ചേട്ടൻ വന്നായിരുന്നു. സുനിച്ചേട്ടൻ ഇന്ന് സ്പെഷ്യലായിട്ട് വലിയ വിഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ചേമ്പൂത്ത് ഒരു മീൻകറി പോലെ വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സുധുവും കൂടി ഇന്നലത്തെ മന്തിയുടെ ബാക്കി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ ചിക്കനൊക്കെ തീർത്തിട്ടുണ്ടായി ഞങ്ങൾ ഇന്നലെ തന്നെ. അപ്പോൾ മന്തിയുടെ റൈസാണ് ഞങ്ങളിപ്പോൾ കഴിച്ചത്. അത് കഴിഞ്ഞത് ഞാനപ്പോൾ തന്നെ നമ്മുടെ വേലിമേന്ന് ചീര എടുത്ത് വേലിച്ചീരയും പരിപ്പും കൂടി ഒലത്തി പിന്നെ ചേമ്പൂത്ത് മീൻകറി പോലെ വെച്ചിട്ടുണ്ട്. ചേമ്പൂത്ത് മീൻകറി പിന്നെ നമ്മുടെ ചോറും റൈസ് കുക്കറിൽ റെഡി ആയിരിപ്പുണ്ട്. കണ്ട ഇവിടെ ഇരിക്കുന്നത് ചേട്ടൻ വരുമ്പോൾ കൊടുക്കാനായിട്ടുള്ള കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് കേക്കാണ് വെച്ചിട്ടുണ്ട് അല്ലേ. അതിലേക്കാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി കുഞ്ചേട്ടൻ വന്നിട്ട് ഉള്ള വിശേഷമൊക്കെ നമ്മൾ വേറെ വീഡിയോയിലായിരിക്കും കാണിച്ചു തരാം. അത് സുധപ്പൻ ഇപ്പം ലാപ്പൊക്കെ എടുത്താണ് പോന്നേക്കുന്നത് അവിടെ നിന്ന്. ഇനി കുറച്ച് സമയം ലാപ്പിൽ എന്താണ്ടൊക്കെ കാണണം. 2 ദിവസം കൂടി അല്ലേ ഇനി അർമാദിച്ച് കളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാകുന്നൊക്കെ ഇനി അന്വേഷിച്ചിട്ട് വേണം പുള്ളിക്കിനി. അപ്പോൾ ഞാനാണെങ്കിൽ ഇതേ കടയിലോട്ട് പോകാൻ പോകണം. ഇന്ന് ഉച്ചക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് വരാം. അപ്പോൾ ഞാൻ ചോറൊന്നുമായിട്ടല്ല പോണത്. ഇനി വന്നിട്ടാണ് ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചേക്കേണ്ടത്. കാരണം വൈകിയാണ് വന്നത് വീട്ടിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ ഇറക്കി വെച്ചിട്ടുള്ളൂ. ഇനി അത് ഞാൻ വരുമ്പോഴേക്കും വേഗമുള്ളൂ. അപ്പം വെന്തിട്ട് അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ. അതെ. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.